ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 25ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭരണഘടനയിൽ നിന്നും അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ GK പോവുകയാണ്. ഇന്ന് എടുക്കുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ വീഡിയോസും കാണുക. എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രിലിമിനറി നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റും. എല്ലാം പ്രീവിയസ് ക്വസ്റ്റിനെയും അതുപോലെ തന്നെ SCRT-നെയും ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം എക്സാമിന് മുന്നേ നമ്മൾ തീർക്കും. അപ്പോൾ കറണ്ട് അഫെയർ പോൾസ് ആയിട്ട് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി പഠിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ ഒരു പ്രിലിംസിൻ്റെ ആ ലെവലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുബന്ധ വിവരങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നിട്ടുള്ള എല്ലാ പോയിന്റ്സും പ്രീവിയസ് ആണ്. അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് അത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1956 നവംബർ 1-നാണ് കേരള പിറവി, നവംബർ 1. അപ്പോൾ 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകൾ നിലവിൽ വരുമ്പോൾ 14 ജില്ലകൾ ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാ? തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, അതേപോലെ മലബാർ. ഇനി വിസ്തീർണം, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ജനസാന്ദ്രതയാണ് 859 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേരളത്തിൻ്റെ ജനസാന്ദ്രത 859 ആണ്. ഇനി ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1.18% കേരളം എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ സ്ഥാനങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ, മൊത്തം സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ 21-ാം സ്ഥാനം. വിസ്തീർണത്തിൽ 21-ാം സ്ഥാനമാണുള്ളത്. എന്നാൽ വിസ്തീർണത്തിൽ 21-ാം സ്ഥാനവും ജനസംഖ്യയിൽ 13-ാം സ്ഥാനവും ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനവുമാണ് എന്തിനുള്ളത്? കേരളത്തിനുള്ളത്. മൊത്തം സംസ്ഥാനങ്ങളുടെ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21 ജനസംഖ്യയിൽ 13 ജനസാന്ദ്രതയിൽ 3. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പഠിക്കണം. ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്ററുമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് നോർത്തിനും അതേപോലെ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് നോർത്തിനും ഇടയ്ക്ക് ആണ് എന്ത്? അക്ഷാംശം എന്ന് പറയുന്നത്. ഇനി കേരളം ഉൾപ്പെടുന്ന രേഖാംശമാണെങ്കിലോ ഇതും പഠിച്ചിരിക്കുക. കേരളം ഉൾപ്പെടുന്ന രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് ഈസ്റ്റിനും 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് ഈസ്റ്റിനും ഇടയ്ക്കാണ് രേഖാംശം. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എന്ന് പറഞ്ഞാൽ 8, 17, 30-നും 12, 47, 40-നും. രേഖാംശം 74, 27, 47, 77, 37, 12 ഈസ്റ്റിനും ഇടയ്ക്കാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കാം. ഇനി എന്താണ് ഇതിൻ്റെ അതിർത്തികൾ? കേരളത്തിൻ്റെ അതിർത്തികൾ പഠിച്ചിരിക്കണം. കേരളത്തിൻ്റെ കിഴക്ക് എന്താ സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിന് കിഴക്ക് പശ്ചിമഘട്ടമാണ്. കേരളത്തിൻ്റെ കിഴക്ക് പശ്ചിമഘട്ടമാണ്. പടിഞ്ഞാറ് എല്ലാവർക്കും അറിയാം എന്താ? അറബിക്കടൽ. പടിഞ്ഞാറ് അറബിക്കടലാണ്. ഇനി വടക്ക് കിഴക്കായിട്ട്
വടക്ക് ചോദിച്ചാലും വടക്ക് കിഴക്കായിട്ട് ചോദിച്ചാലും വടക്ക് കിഴക്ക് എന്താ ഉള്ളത്? കർണാടക. വടക്ക് കിഴക്ക് കർണാടകയാണ്. ഇനി തെക്ക് കിഴക്ക്, തെക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെക്ക് കിഴക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? തമിഴ്നാടാണ്. തമിഴ്നാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കർണാടക, തമിഴ്നാട്, അറബിക്കടൽ, പശ്ചിമഘട്ടം ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിർത്തികൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്? എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ജില്ലകൾ 14 ജില്ലകളുണ്ട്. അതുകൊണ്ട് തന്നെ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. 14 ജില്ല, ഓരോ ജില്ലയ്ക്കും ഓരോ ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ 14 ജില്ലകളും 14 ജില്ലാ പഞ്ചായത്തുകളുമാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. 152 ബ്ലോക്ക് പഞ്ചായത്തും 941 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മുനിസിപ്പാലിറ്റി 87 മുനിസിപ്പാലിറ്റികളും 78 താലൂക്കുകളുമാണുള്ളത്. 87 മുനിസിപ്പാലിറ്റികളുണ്ട്, 78 താലൂക്കുകളുണ്ട്. റവന്യൂ ഡിവിഷൻസ് 27 ആണ്. കോർപ്പറേഷൻ എത്രയാ? 6 എണ്ണമാണ്. കോർപ്പറേഷൻ 6 എണ്ണമാണുള്ളത്. ഇനി പണ്ടൊക്കെ ചോദിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തൊക്കെ റീസെൻ്റായി നടന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരെ ചോദിച്ചിട്ടുണ്ട്. ഇനി പണ്ടൊക്കെ ചോദിക്കാറുള്ളതാണ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് കേരളത്തിലുള്ളത്? പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണമാണ്. ഇനി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ആകെ 2 എണ്ണേ ഉള്ളൂ. അത് ഏതാണെന്നും കൂടെ പഠിച്ചിരിക്കണം. ഏതാ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയും അതേപോലെ തന്നെ മാനന്തവാടിയുമാണ്. 2 എണ്ണേ ഉള്ളൂ കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണാണുള്ളത്. ഇനി നിയമസഭാ മണ്ഡലങ്ങൾ എത്രയുള്ളത്? 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളാണെങ്കിൽ 20 എണ്ണേ ഉള്ളൂ. രാജ്യസഭാ മണ്ഡലങ്ങളാണെങ്കിൽ 9 എണ്ണേ ഉള്ളൂ. ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണം, രാജ്യസഭാ മണ്ഡലങ്ങൾ 9 എണ്ണം, നിയമസഭാ മണ്ഡലങ്ങൾ 140 ആണ്. ഇനി ഈ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങൾ 20, അതിൽ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. അതും നമ്മൾ പഠിക്കണം. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാ? ആലത്തൂരും മാവേലിക്കരയുമാണ്. ആലത്തൂരും മാവേലിക്കരയും. അപ്പോൾ ഇതും കൂടി തെറ്റിപ്പോകരുത്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ആലത്തൂരും മാവേലിക്കര എന്ന് പറയുന്നത് ലോകസഭയുടെ സംവരണ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം പഠിച്ചു വയ്ക്കുക. എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാ? ഇടുക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി എന്നാണ് രൂപം കൊണ്ടത്. ആ വർഷം പഠിച്ചു വയ്ക്കുക. ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. 1972 ജനുവരി 26 ഇടുക്കി നിലവിൽ വന്നത്. ഇനി ഇടുക്കിയുടെ വിസ്തീർണം, ഏറ്റവും വലിയ ജില്ല ആയതുകൊണ്ട് അതിൻ്റെ വിസ്തീർണം കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. വിസ്തീർണം എന്ന് പറയുന്നത് 4612 ചതുരശ്ര കിലോമീറ്ററാണ്. മുമ്പ് പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ്. 4612 ചതുരശ്ര കിലോമീറ്റർ ആണെന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി ഇടുക്കിയെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്താ? കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ് മയിലാടുംപാറ. എന്നാൽ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയാണ്. അപ്പോൾ മയിലാടുംപാറയും പാമ്പാടുംപാറയും പഠിച്ചു വയ്ക്കുക. ഇനി വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കിയിലെ വട്ടവടയാണ് കേട്ടോ. ഇടുക്കിയിലെ വട്ടവടയാണ്. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക. ഇനി ചെറിയ ജില്ല ഏതാ? ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഫോം ചെയ്ത വർഷം അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. 1957 ഓഗസ്റ്റ് 17. 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. അപ്പോൾ ആലപ്പുഴയെ പറ്റി പറയുമ്പോൾ പട്ടികവർഗക്കാർ കുറവുള്ളതാണ് ആലപ്പുഴ. അതേപോലെ തന്നെ വനം കുറവുള്ളതും ആലപ്പുഴയിലാണ്. പട്ടികവർഗക്കാർ കുറവുള്ളത് ആലപ്പുഴയിലാണ്. പിന്നെ ഈ ചേർത്തല താലൂക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽ തീരമുള്ള താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ വലിയ താലൂക്കുള്ള കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. ഇനി കൃഷ്ണപുരം കൊട്ടാരം എപ്പോഴും പ്രീവിയസ് ആയി പണ്ട് ചോദിക്കാറുള്ളതാണ്. എന്താണ്? ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം. ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണുള്ളത്? ആലപ്പുഴയിലാണ്. അപ്പോൾ ഇതൊക്കെ ആലപ്പുഴയുടെ ബേസിക് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പട്ടികവർഗ്ഗക്കാർ കുറവുള്ളത്, വനപ്രദേശം കുറവുള്ളത്, വനങ്ങളില്ലാത്തതെന്നൊക്കെ ചോദിച്ചാൽ ആലപ്പുഴയാണ്.
ഇനി കടൽ തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള താലൂക്കാണ് ചേർത്തല താലൂക്ക്. ഇനി അടുത്താണ് നമ്മൾ എന്താ ചോദിക്കണേ, കൃഷ്ണപുരം കൊട്ടാരം. ഗജേന്ദ്രമോക്ഷം ചുമചിത്രം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പം അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ജനസംഖ്യ കൂടിയ ജില്ല എവിടെയാണ്? ജനസംഖ്യ കൂടുതൽ മലപ്പുറത്താണ്. ജനസംഖ്യ കൂടുതലുള്ളത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറം ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ് 1969 ജൂൺ 16-നാണ്. 1969 ചോദിച്ചിട്ടുണ്ട്. മലപ്പുറം ഫോം ചെയ്തത് 1969-ലാണ് ജനസംഖ്യ കൂടിയ ജില്ല. ഇനി 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ എവിടെയാണുള്ളത്? മലപ്പുറത്താണ്. കവളപ്പാറ മലപ്പുറത്താണ്. ഇനി ജനസംഖ്യ കുറവ് എവിടെയാ? ജനസംഖ്യ കുറവ് വയനാടാണ്. വയനാട്. അപ്പോൾ വയനാട് നമുക്ക് പറയാം മുണ്ടകൈ ദുരന്തം ഇപ്പോൾ ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. മുണ്ടകൈയൊക്കെ എവിടെയാണ്? വയനാടിലാണ്. പിന്നെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് എടക്കൽ ഗുഹ. അപ്പം മുണ്ടകൈ ദുരന്തം ഇപ്പം ഉണ്ടായതുകൊണ്ട് അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക, വയനാടിലാണ്. വയനാട് ഫോം ചെയ്ത വർഷം 1980 ചോദിച്ചിട്ടുണ്ട്. 1980 നവംബർ 1-നാണ്. ഇനി കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയലിലുമാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. ഇനി ജനസാന്ദ്രത കൂടുതൽ എവിടെയാ? തിരുവനന്തപുരം. ജനസാന്ദ്രത കൂടിയതാണ് തിരുവനന്തപുരം. നമ്മുടെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം. അപ്പോൾ ഇനി ജനസാന്ദ്രത കുറഞ്ഞത് എവിടെയാണ്? ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കിയാണ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ജനസാന്ദ്രതയുടെ ചോദിക്കാറുണ്ട്. കൂടുതൽ തിരുവനന്തപുരം, കുറവ് ഇടുക്കി. സാക്ഷരത എവിടെയാണ് കൂടുതൽ? സാക്ഷരത കൂടുതൽ പത്തനംതിട്ടയിലും കുറവ് പാലക്കാടുമാണ്. ഓക്കെ, പത്തനംതിട്ടയിലാണ് എന്തുള്ളത്? സാക്ഷരത കൂടുതലുള്ളത്. പാലക്കാടാണ് സാക്ഷരത കുറവുള്ളത്. ഇനി കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂരാണ്. കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂരാണ്. കുറവുള്ളത് എവിടെയായിരിക്കും? കൊല്ലത്താണ്. കടൽ തീരം കൂടുതൽ കണ്ണൂര്, കുറവുള്ളത് കൊല്ലത്താണ്. എല്ലാം പ്രീവിയസ് ആയത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി കടൽ തീരമുള്ള ജില്ലകൾ എത്രയാണ്? 14 ജില്ലകളാണ്. അതിൽ 9 എണ്ണത്തിന് കടൽ തീരം ഉണ്ട്, എന്നാൽ 5 എണ്ണത്തിന് കടൽ തീരമില്ല. അപ്പോൾ ഈ കടൽ തീരം ഇല്ലാത്തത് പഠിക്കണം. താഴെ തന്നിട്ടുള്ളത് കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്തത്? കോട്ടയമുണ്ട്. അതേപോലെ തന്നെ ഇടുക്കി ഉണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്. ഓക്കെ, കടൽ തീരമില്ലാത്ത 5 ജില്ലകളാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്. അപ്പോൾ ആ 5 എണ്ണത്തിൻ്റെ പേരും പഠിച്ചു വയ്ക്കാം. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള സ്ഥലം എവിടെയായത് ജില്ലയിലാണ്? കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് കാസർഗോഡാണ്. ഇനി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും അണക്കെട്ടുകളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കിയിലാണ്. ഇനി നഗരവാസികൾ ഏറ്റവും കൂടുതൽ, ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ഒക്കെ ഉള്ളത് എവിടെയാണ്? എറണാകുളമാണ്. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. അപ്പോൾ ഹിന്ദുക്കൾ, അപ്പോൾ ഇതും കൂടെ നമുക്ക് പഠിക്കാം. ക്രിസ്ത്യാനികൾ എറണാകുളത്താണ്. അപ്പോൾ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. അതേപോലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. പട്ടികജാതിക്കാരെ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ കുറവുള്ളത് എവിടെയാണ്? വയനാടിൽ പട്ടികജാതിക്കാർ കുറവാണെങ്കിലും പട്ടികവർഗക്കാർ കൂടുതലുള്ള എവിടെയാണ്? വയനാടാണ്. ഓക്കെ, പട്ടികജാതിക്കാർ കുറവാണ്, പക്ഷെ പട്ടികവർഗക്കാർ കൂടുതലുള്ളത് വയനാടാണ്. അപ്പോൾ പട്ടികവർഗക്കാർ കുറവുള്ളത് എവിടെയായിരിക്കും? ആലപ്പുഴയിലാണ്. പട്ടികവർഗക്കാർ കുറവുള്ളത് ആലപ്പുഴയിലാണ്. ഇനി വനം ഏറ്റവും കൂടുതലുള്ളത്, വനപ്രദേശം ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയാണ് വനപ്രദേശം ഏറ്റവും കൂടുതലുള്ളത്. കുറവുള്ള വനമേഖല അത് ആലപ്പുഴയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറവ് ആലപ്പുഴ. ഇനി റിസർവ് വനം കൂടുതൽ ഇടുക്കിയിലാണ്, എന്നാൽ റിസർവ് വനങ്ങൾ കൂടുതലുള്ളത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. റിസർവ് വനങ്ങൾ പത്തനംതിട്ടയിലാണ് റിസർവ് വനങ്ങൾ കൂടുതലുള്ളത്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിലെ വനം കൂടുതലുള്ളത് വയനാടാണ്. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വയനാടാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട, ഏറ്റവും കുറവ് വനം ആലപ്പുഴ, ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് ഇടുക്കിയിലാണ്. റിസർവ് വനം പത്തനംതിട്ട. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ എവിടെയാണ്? വയനാടാണ്. ഇനി ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മലപ്പുറത്താണ്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മലപ്പുറത്തും കുറവുള്ളത് എവിടെയാണ്? വയനാടുമാണ്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും
ഏറ്റവും കൂടുതൽ മലപ്പുറത്ത്, കുറവുള്ളത് വയനാടുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, കാരണം എല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔദ്യോഗിക മൃഗം, വൃക്ഷം, ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഔദ്യോഗിക മൃഗം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. സയൻറ്റിഫിക് നെയിം കൂടെ പഠിക്കണം. എന്താ ആനയുടെ? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ്. ഇനി പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലാണ്. ബ്യൂസെറസ് ബൈകോർണിസ് എന്നുള്ളതാണ് അതിൻ്റെ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. ബ്യൂസെറസ് ബൈകോർണിസ് എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇനി വൃക്ഷം ഏതാ? ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. തെങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട്. എന്താ? കൊക്കോസ് ന്യൂസിഫെറ. ഓക്കെ, കൊക്കോസ് ന്യൂസിഫെറയാണ്. അപ്പോൾ പുഷ്പം കണിക്കൊന്നയാണ് ചോദിച്ചിട്ടുണ്ട്. പുഷ്പം കണിക്കൊന്ന, സയൻറ്റിഫിക് നെയിം ചോദിച്ചിട്ടുണ്ട്. കാഷ്യ ഫിസ്റ്റുലയാണ്. കാഷ്യ ഫിസ്റ്റുല ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. പാനീയം കരിക്കിൻ വെള്ളമാണ്. കരിക്കിൻ വെള്ളമാണ് പാനീയം. ഫലം ഏതാണ്? ചക്കയാണ്. ചക്ക 2018 അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ചക്കയുടെ സയൻറ്റിഫിക് നെയിം ഒന്ന് പഠിക്കുക. എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ്. എന്താണ്? ആർട്ടോകാർപ്പസ് ഹെറ്ററോഫൈലസ്. ഓക്കെ, ദേശീയോത്സവം. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്താ? ഓണമാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മൃഗം ആന. എലിഫസ് മാക്സിമസും ചോദിച്ചിട്ടുണ്ട്. പക്ഷി വേഴാമ്പൽ ബ്യൂസെറസ് ബൈകോർണിസ് ആണ്. വൃക്ഷം തെങ്ങ്, കൊക്കോസ് ന്യൂസിഫെറ. കാസിയ ഫിസ്റ്റുല എന്ന് പറയുന്നത് കണിക്കൊന്ന, ഔദ്യോഗിക പുഷ്പമാണ്. ഫലം ചക്കയാണ്. മത്സ്യം കരിമീന്. പാനീയം കരിക്കിൻ വെള്ളം. ദേശീയോത്സവം ഓണമാണ്. ഇനി ചിത്രശലഭം ചോദിച്ചിട്ടുള്ളതാണ്. ചിത്രശലഭം എന്താ? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി അതിനെ നമ്മൾ എന്ത് പറയും? പാപ്പിലിയോ ബുദ്ധ. അപ്പോൾ ചിത്രശലഭം ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഇനി നമ്മുടെ പ്രതിജ്ഞ. അപ്പോൾ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏതാണ് പ്രതിജ്ഞ? മലയാളം ആണ് എൻ്റെ ഭാഷ എന്ന വരികൾ. ഇതാണ് നമ്മുടെ പ്രതിജ്ഞ. മലയാളമാണ് എൻ്റെ ഭാഷ. ഈ വരികൾ എഴുതിയിട്ടുള്ളത് ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരുടെ വരികളാണ് എന്ത്? നമ്മുടെ പ്രതിജ്ഞയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മലയാളമാണ് എൻ്റെ ഭാഷ എന്നുള്ളത്. ഇനി കേരള നിയമസഭ ആരംഭിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനൽ ഏതാണ്? കേരള നിയമസഭ ആരംഭിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനൽ ചോദിച്ചിട്ടുണ്ട്. സഭാ ടി വി ആണ്. ഇനി ഈ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് എന്ത്? അറിവോരം എന്ന് പറയുന്നത്. ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കുക. ഇനി നമുക്ക് തെക്കേറ്റത്തുള്ള, വടക്കേറ്റത്തുള്ള, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാണ്ട് ചോദിച്ചിട്ടുള്ളത്, PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം തെക്കേറ്റത്തുള്ള ജില്ല എല്ലാവർക്കും അറിയാലോ, ഏതാണ്? ട്രിവാൻഡ്രമാണ്. വടക്കേറ്റത്തുള്ള ജില്ലയാണെങ്കിലോ കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡാണ്. ഇനി താലൂക്ക് ചോദിച്ചിട്ടുണ്ട്. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? മഞ്ചേശ്വരം താലൂക്ക്. വന്യജീവി സങ്കേതം. തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, നെയ്യാർ വന്യജീവി സങ്കേതം. ഇവിടെയാണെങ്കിൽ ആറളമാണ് ചോദിച്ചിട്ടുണ്ട്. വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം. നദി. തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാ? നെയ്യാറാണ്. നെയ്യാർ നദി. ഇത് നെയ്യാർ വന്യജീവി സങ്കേതം. വടക്കേ അറ്റത്തുള്ള നദിയാണെങ്കിൽ മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. ഇനി തടാകം. തെക്കേയറ്റത്തെ തടാകം വേളിയാണ്. വേളിയാണ് തെക്കേയറ്റത്തെ തടാകം. വടക്കേയറ്റത്തെ ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ. ഇനി ശുദ്ധജല തടാകമാണെങ്കിലോ? വെള്ളായണിയാണ്. വെള്ളായണി.
ഇവിടെയാണെങ്കിൽ പൂക്കോട് തടാകം. പൂക്കോട് തടാകം എവിടെയാണ് എപ്പോഴും ചോദിക്കുന്നതാണ്. പൂക്കോട് തടാകം വയനാടാണ്. ഓക്കെ, വയനാട്. ഓക്കെ, പൂക്കോട് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. ആറളം ചോദിക്കാറുണ്ട്, എവിടെയാണ്? കണ്ണൂരാണ് ആറളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശുദ്ധജല തടാകമായിട്ടുള്ള വെള്ളായണി ട്രിവാൻഡ്രമാണ്. ഓക്കെ, ഇനി കോർപ്പറേഷൻ, തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ളതാണെങ്കിൽ കണ്ണൂരാണ്. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലോ, ഗ്രാമപഞ്ചായത്ത് തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. പാറശാല. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. അപ്പോൾ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ആണെങ്കിലും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും എന്താ? മഞ്ചേശ്വരമാണ്. താലൂക്ക് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും മഞ്ചേശ്വരമാണ്. അതേപോലെ തന്നെ നിയമസഭാ മണ്ഡലം അതും കൂടെ പഠിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ താലൂക്ക് പറഞ്ഞില്ലേ, താലൂക്ക് ആണെങ്കിലും നിയമസഭാ മണ്ഡലം ആണെങ്കിലും ഈ സെയിം തന്നെയാണ്, നിയമസഭാ മണ്ഡലം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചാൽ മതി. താലൂക്ക്, തെക്കേ അറ്റത്തെ താലൂക്ക് ആണെങ്കിലും തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലമാണെങ്കിലും നെയ്യാറ്റിൻകരയാണ്. വടക്കേ അറ്റത്തെ താലൂക്ക് ആണെങ്കിലും നിയമസഭാ മണ്ഡലമാണെങ്കിലും മഞ്ചേശ്വരമാണ്. അപ്പോൾ നമുക്ക് ലോകസഭാ മണ്ഡലം കൂടെ പഠിച്ചു വയ്ക്കണ്ടേ? നിയമസഭാ മണ്ഡലം പഠിച്ചപ്പോൾ ലോകസഭാ മണ്ഡലം ഏതായിരിക്കും? ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ളത് തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ളത് കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്, വടക്കേറ്റത്തെ കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ട്, താലൂക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഗ്രാമപഞ്ചായത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താ? കേരളമാണ് അല്ലേ? കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളമാണ്. ഇനി കേരളത്തിൻ്റെ ചന്ദന നഗരം എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിൻ്റെ ചന്ദന നഗരം ഏതാ? മറയൂരാണ്. കേരളത്തിൻ്റെ ചന്ദന നഗരം മറയൂരാണ്. നെയ്ത്ത് പട്ടണം ഏതാണ്? നെയ്ത്ത് പട്ടണം ബാലരാമപുരം, തിരുവനന്തപുരം. ബാലരാമപുരം തിരുവനന്തപുരമാണ്. ഇനി കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? കുട്ടനാടാണ്. കുട്ടനാട് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ നെല്ലറ, നെതർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. പക്ഷിഗ്രാമം, കേരളത്തിൻ്റെ പക്ഷിഗ്രാമം ഏതാ? നൂറനാടാണ്. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. മഴനിഴൽ പ്രദേശം നമുക്കറിയാമല്ലേ, മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. ചിന്നാർ. ഇനി കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. അതായത് വയനാടിൻ്റെ കവാടം. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നതും ലക്കിടിയാണ്. കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നതും ലക്കിടിയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെയ്ത്തുപട്ടണം, നെല്ലറ, പക്ഷിഗ്രാമം, മഴനിഴൽ പ്രദേശം, ചിറാപ്പൂഞ്ചി ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് കേരളമാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ കുറച്ചും കൂടെ പഠിക്കണം. സ്വിറ്റ്സർലാൻഡ്, കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വാഗമൺ. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് വാഗമണ്ണാണ്. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഏതായിരിക്കും? മൂന്നാറാണ്. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. റാണിപുരം ചോദിച്ചിട്ടുണ്ട്, റാണിപുരം. എന്നാൽ പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാ? പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അറബിക്കടലിൻ്റെ റാണി ഏതാ? കൊച്ചിയാണ്. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഇനി കേരളത്തിൻ്റെ കയർ ഗ്രാമം ചോദിക്കാറുള്ളതാണ്. കേരളത്തിൻ്റെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാ? വയലാറാണ്. ആലപ്പുഴ വയലാറാണ്. കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ആലപ്പുഴ വയനാടാണ്. ഇനി 3 സീകളുടെ നഗരം. 3 സീകളുടെ നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയാണ്. 3 സീകളുടെ നഗരം തലശ്ശേരിയാണ്. എന്നാൽ 3 എല്ലിൻ്റെ നഗരമാണെങ്കിൽ അത് കോട്ടയമാണ്. ഇനി നമ്മുടെ ആപ്പിൾ നഗരം ചോദിച്ചിട്ടുണ്ട്. ആപ്പിൾ നഗരം. ഓക്കെ, ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂരാണ്. ഇടുക്കി. കാന്തല്ലൂരാണ് ആപ്പിൾ നഗരം. എന്നാൽ മാങ്ങാ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാ? മുതലമടയാണ്.
മാങ്ങാ നഗരം എന്നറിയപ്പെടുന്നത് മുതലമട. മുതലമടയാണ് മാങ്ങാ നഗരം എന്നറിയപ്പെടുന്നത്. ഓറഞ്ച് തോട്ടമാണ് നെല്ലിയാമ്പതി കേട്ടോ. ഓറഞ്ച് തോട്ടം, കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടമാണ് നെല്ലിയാമ്പതി. ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ്, വാഗമൺ. കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ ഏതാ? മൂന്നാറാണ്. ഊട്ടി റാണിപുരമാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്. അതേപോലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. ഇനി 3 സീകളുടെ നഗരം തലശ്ശേരി, 3 എല്ലുകളുടെ നഗരം കോട്ടയം. ആപ്പിൾ നഗരം എന്ന് പറയുന്നത് കാന്തല്ലൂരും, മാങ്ങാ നഗരം എന്ന് പറയുന്നത് മുതലമടയും, ഓറഞ്ച് തോട്ടം എന്ന് പറയുന്നത് എന്താ? നെല്ലിയാമ്പതിയുമാണ്. അപ്പോൾ അത്രയൊന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് ജില്ലകളുടെ കുറച്ച് വിശേഷണങ്ങൾ പഠിക്കാം. ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാ? വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ് വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി സാംസ്കാരിക നഗരം അതുപോലെ പൂരങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ്. അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് സാംസ്കാരിക നഗരം. അതേപോലെ തന്നെ പൂരങ്ങളുടെ നാട്, ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാ? കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ഇനി പ്രതിമകളുടെ നഗരം ചോദിച്ചിട്ടുള്ളതാണ്. പ്രതിമകളുടെ നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം. അതേപോലെ തന്നെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കേട്ടോ. നിത്യഹരിത നഗരം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ച നഗരമാണ് തിരുവനന്തപുരം. ഇനി തീർത്ഥാടന തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലോ? തീർത്ഥാടന തലസ്ഥാനം അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, ആരാധനാലയം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയാണ്. ഇനി ആലപ്പുഴ കിഴക്കിൻ്റെ വെന്നീസ് എപ്പോഴും ചോദിക്കുന്നതാണ്. കിഴക്കിൻ്റെ വെന്നീസ്. ജലോത്സവങ്ങളുടെ നാട്. അതുപോലെ തന്നെ രാജാ കേശവദാസിൻ്റെ പട്ടണം, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ആലപ്പുഴയാണ്. ഇനി അക്ഷരനഗരം ചുമർചിത്ര നഗരം, മീനച്ചിലാറിൻ്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? കോട്ടയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 എല്ലുകളുടെ നഗരം എന്ന് പറയുന്നത് കോട്ടയമാണ്. മീനച്ചിലാറിൻ്റെ നഗരം കോട്ടയമാണ്. അക്ഷര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല, അതേപോലെ തന്നെ ചുമർചിത്ര നഗരം, ഇതൊക്കെ കോട്ടയമാണ് കേട്ടോ. അപ്പോൾ വ്യാവസായിക തലസ്ഥാനം എറണാകുളം, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ, തീർത്ഥാടന തലസ്ഥാനം പത്തനംതിട്ട. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം കൊല്ലമാണ്. നിത്യഹരിത നഗരം, പ്രതിമകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. കിഴക്കിൻ്റെ വെന്നീസ്, രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ആലപ്പുഴയാണ്. അക്ഷരനഗരം, ചുമർചിത്ര നഗരം, മീനച്ചിലാറിൻ്റെ പട്ടണം, പ്രസിദ്ധീകരണങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? കോട്ടയം. ഇനി കുടിയേറ്റക്കാരുടെ ജില്ല അതേതാ? കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പഴക്കുട എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ, അത് ചോദിച്ചാലും ഇടുക്കിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്ന് ചോദിച്ചാലും ഇടുക്കിയാണ്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ളത് ഏതാ? കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് ഉണ്ട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൻ്റെ നെല്ലറ എന്നും. അതുപോലെ തന്നെ കരിമ്പനകളുടെ നാട് കേട്ടോ. കരിമ്പനകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ, കരിമ്പനകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പാലക്കാടാണ്. ഇനി അതേപോലെ തെയ്യങ്ങളുടെ നാട് ചോദിക്കാറുള്ളതാണ്. തെയ്യങ്ങളുടെ നാട്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തിറകളുടെയും തറികളുടെയും നാട്. തെയ്യങ്ങൾ, തിറ, തറി എന്നിവയുടെയൊക്കെ നാട് എന്നറിയപ്പെടുന്നത് ഏതാ? കണ്ണൂരാണ്. ഇനി ദൈവങ്ങളുടെ നാട് സപ്തഭാഷാ സംഘഭൂമി. എപ്പോഴും ചോദിക്കാറുണ്ട്. നദികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കാസർഗോഡാണ്. അപ്പം നദികളുടെ നാട് കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാട് എന്ന് പറയുന്നതും കാസർഗോഡാണ്. ഇനി സപ്തഭാഷാ സംഘഭൂമി
സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം അത് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളതാണ്. പണ്ട് PSC ചോദിച്ച് തഴമ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി അതേപോലെ തന്നെ സത്യത്തിൻ്റെ തുറമുഖം ശില്പനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ശില്പനഗരം. അതേപോലെ തന്നെ സത്യത്തിൻ്റെ തുറമുഖം ശില്പനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തും കൂടെ ഉണ്ട്, സാഹിത്യനഗരം. അതിപ്പോൾ കിട്ടിയതാണ്. സാഹിത്യനഗരം എന്ന പദവി എപ്പോഴാണ് കിട്ടിയത്? 2024 ജൂൺ 23 യുനെസ്കോയുടെ സാഹിത്യനഗരം എന്ന പദവി ലഭിച്ച ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ അതൊരു കറണ്ട് അഫെയറും കൂടിയാണ്. സാഹിത്യനഗരം എന്ന പദവി ലഭിച്ച ജില്ല ഏതാണ്? കോഴിക്കോടാണ്. എന്നാൽ പ്രഖ്യാപിച്ച് 2024 ജൂൺ 23 ജൂൺ 23. ഓക്കെ, അപ്പോൾ ഈ ജില്ലകളെ പറ്റി ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ജില്ലകളെ പറ്റിയിട്ട് ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ കേരളത്തിൻ്റെ നമുക്ക് എന്തൊക്കെ പറയാം? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സംസ്ഥാനം, ആദ്യമായിട്ട് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൂപ്പർ ബ്രാൻഡ് പദവി ലഭിച്ചത് ഒക്കെ കേരളമാണ് കേട്ടോ. സൂപ്പർ ബ്രാൻഡ് പദവി, ശിശു സൗഹാർദ്ദ സംസ്ഥാനം, സമ്പൂർണ്ണ ബാങ്കിങ്, അതേപോലെ തന്നെ ടൂറിസം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്, പിന്നെ ലോട്ടറി നടപ്പിലാക്കിയത്, ഒക്കെ ഒരു ഭിന്നലിംഗ നയം ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ഒക്കെ ഏതാണ്? കേരളമാണ്. ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളമാണ്. ഓക്കെ, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലോട്ടറിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ സമ്പൂർണ്ണ പെൻഷൻ, ടൂറിസം, ശിശു സൗഹാർദ്ദം, ഈ വേർഡുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ഏതാണ്? കേരളമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പോയിന്റും ഒന്നുപോലും വിടാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്